ഹലോ, ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ഒരു ബെഡ്റൂം മേക്ക് ഓവറിൻ്റെ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ കുറച്ച് ലെങ്തി ആയതുകൊണ്ട് തന്നെ 2 പാർട്ടായിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ക്ലീനിങ്, അതുപോലെ തന്നെ റീഓർഗനൈസേഷന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷന് കൂടിയിട്ടാണ്. അപ്പോൾ ഇത് ഞാൻ നമ്മുടെ മേക്ക് ഓവറിന് വേണ്ടിയിട്ട് പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു പ്ലാന്റ് ആണെന്ന് റിപ്പോർട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് നമ്മുടെ ഇപ്പോൾ ഉള്ള റൂമിൻ്റെ സ്റ്റാറ്റസ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു ലുക്കിൽ നിന്ന് നമ്മൾ എൻ്റർലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ലുക്കിലേക്കാണ് നമ്മുടെ ബെഡ്റൂമിൻ്റെ മേക്ക് ഓവർ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ക്ലിയർ ചെയ്യാണ്, റൂമൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ റൂമിലുള്ള ഫർണിച്ചേഴ്സൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തെടുത്തതിന് ശേഷം നമ്മളൊന്ന് ക്ലീൻ ചെയ്ത് ഡസ്റ്റിങ്ങും മോപ്പിങ്ങും ഒക്കെ ചെയ്തൊന്ന് ക്ലീൻ ആക്കി എടുക്കുന്നുണ്ട്. നമ്മുടെ കറൻറ്റ് അലൈൻമെൻറ്റ് വരുന്നത് ഇങ്ങനെയാണ്. കോർണറിലാണ് ബെഡ് സെറ്റ് ചെയ്തിട്ടുള്ളത്. സൈഡിലായിട്ട് ഒരു ചെറിയ ടേബിളിൽ എൻ്റെ സ്വിങ് മെഷീൻ വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ആ ഒരു കോർണറിലായിട്ട് നമ്മുടെ ഒരു സിസ്റ്റം വെച്ചിട്ടുണ്ട്. അപ്പോൾ മോളുടെ ഓൺലൈൻ ക്ലാസ്സിൻ്റെ പർപ്പസിന് വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളതാണത്. അപ്പോൾ അതൊക്കെ നമ്മൾ അവളുടെ സ്റ്റഡി ഏരിയയിലോട്ട് തന്നെ ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ വന്നിട്ടുള്ളത് നമ്മുടെ ഡ്രസ്സൊക്കെ വെച്ചിട്ടുള്ള ഷെൽഫാണ്. അത്രയും കാര്യങ്ങളാണ് ഈ ഒരു ബെഡ്റൂമിൽ വെച്ചിട്ടുള്ളത്. അപ്പോൾ കുഞ്ഞു ബെഡ്റൂമാണ്, അത്യാവശ്യം ഫർണിച്ചർ മാത്രമേ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇനിയൊരു ഇത് ഒരു ഇൻബിൽറ്റ് ആയിട്ടുള്ളൊരു ഷെൽഫാണ്. അപ്പോൾ അതും കൂടിയിട്ടാണ് ഇവിടെ ഉള്ളത്. വേറെ ഒരു കാര്യം ബെഡ്റൂമിൽ വെച്ചിട്ടില്ല. പിന്നെ നമ്മുടെ കോട്ടിൻ്റെ അടിയിൽ നമ്മൾ സൂട്ട് കേസ് 4 സൂട്ട് കേസ് വെച്ചിട്ടുണ്ട്. അത്രയും കാര്യങ്ങളാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ഡസ്റ്റിങ് ചെയ്തെടുക്കേണ്ടതാണ്. അപ്പോൾ ഇതാണ് നമ്മൾ എക്സ്ട്രാ വെച്ചിട്ടുള്ള ഷെൽഫ് എന്ന് പറയുന്നത്. നമ്മൾ ഈ ഒരു വീഡിയോയിൽ തന്നെ ഷെൽഫിൻ്റെ ചെറിയൊരു മേക്ക് ഓവറും കൂടെ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യുന്നത് റൂം ഒന്ന് ക്ലിയർ ചെയ്തെടുക്കുക എന്നാണ്. അപ്പോൾ ഏതൊരു സ്പേസും ഒന്ന് ക്ലിയർ ചെയ്താലാണ്, നമ്മളൊന്ന് ഡീക്ലട്ടർ ചെയ്തെടുത്താലാണ് നെക്സ്റ്റ് ഒരു റീഓർഗനൈസേഷൻ്റെ പ്ലാനിങ് ശരിയായ രീതിയിൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഫസ്റ്റിൽ തന്നെ നമ്മൾ കമ്പ്യൂട്ടറും ഈ ഒരു ടാബിലൊക്കെ ഒന്ന് അവിടെ നിന്ന് മാറ്റുന്നുണ്ട്. പിന്നെ ഷെൽഫൊക്കെ നമ്മളെല്ലാം മാറ്റിയിട്ടുണ്ട്. ഈ ഒരു കോട്ടാണ് നമ്മൾ ബെഡ്റൂമിൽ, അത് മാറ്റാൻ പറ്റാത്തതുകൊണ്ട് അത് അവിടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് കുഷൻസ്, പില്ലോസ് ഒക്കെ ഒന്ന് മാറ്റിയെടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ബെഡ്ഷീറ്റ് അതിൽ തന്നെ ഒന്ന് വിരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഡസ്റ്റിംഗ് ഒക്കെ ചെയ്യുന്നതുകൊണ്ട് തന്നെ ബെഡിലൊന്നും ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ബെഡ്ഷീറ്റ് അവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് കർട്ടൻസൊക്കെ ഒന്ന് മാറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം കാര്യങ്ങളൊക്കെ നമ്മൾ റൂമിൽ നിന്ന് ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈസി ആയിട്ട് ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ്. ആ ഒരു ജനൽ ഞാൻ തൽക്കാലം ഒന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ക്ലിയർ ഗ്ലാസ് ആയതുകൊണ്ട് പുറത്തേക്ക് നല്ല വ്യൂ ആണ്. അതുകൊണ്ട് ആ ഒരു ഭാഗം ഒന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഫസ്റ്റ് നമ്മൾ ഡസ്റ്റിങ് ചെയ്യുന്നത് നമ്മുടെ സീലിംഗ് ആണ് കേട്ടോ. ഇപ്പോൾ സീലിങ്ങും ഫാനും കാര്യങ്ങളൊക്കെ ഒന്ന് ഡസ്റ്റിങ് ചെയ്തതിന് ശേഷം നമുക്ക് ഫുള്ള് വാള് അതുപോലെ ഫ്ലോറൊക്കെ ഒന്ന് ഡസ്റ്റിങ് ചെയ്തെടുക്കാം.
ഇപ്പോൾ നമ്മൾ സീലിങ്ങും വാളെല്ലാം ഫുള്ളായിട്ട് തന്നെ നീറ്റാക്കി ഡസ്റ്റിങ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ക്ലീൻ ചെയ്യുന്ന ഫ്ലോറാണ് കേട്ടോ. അപ്പോൾ അതിന് മുമ്പായിട്ട് ഈ ഒരു ഏരിയ എപ്പോഴും ഇഗ്നോറായിട്ട് കിടക്കുന്ന ഒരു ഏരിയ ആണ്. അപ്പോൾ ആ ഒരു കോർണേഴ്സൊക്കെ നല്ല നീറ്റായിട്ട് തന്നെ വൈപ്പ് ചെയ്ത് ബ്രഷ് വെച്ചിട്ട് തന്നെ നീറ്റായിട്ട് വൈപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ആ ഒരു ഏരിയയും കൂടെ ഒന്ന് ക്ലിയർ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ വോളിലെല്ലാം നമുക്ക് കാണാൻ പറ്റാത്ത രീതിയിലുള്ള ഡസ്റ്റൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ ആ ഒരു ടൈമിൽ വോൾ ഫുള്ളായിട്ട് തന്നെ ഒരു ബ്രഷൊക്കെ വെച്ചിട്ട് ഒന്ന് ഡസ്റ്റിങ് ചെയ്തെടുത്താൽ തന്നെ നല്ല ക്ലിയറായി കിട്ടുന്നതാണ്. പിന്നെ നമ്മൾ കോട്ടൺ ക്ലോത്തൊക്കെ വെച്ച് ചെയ്യുന്നതിനേക്കാളും മൈക്രോ ഫൈബർ ക്ലോത്തോ ബ്രഷൊക്കെ യൂസ് ചെയ്യുന്നതായിരിക്കും ഒന്നും കൂടെ ബെറ്റർ ആയിട്ടുണ്ടാവുക. നെക്സ്റ്റ് ഇത് നമ്മൾ ഫ്ലോറും കൂടെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഡസ്റ്റിംഗ് ഒക്കെ കംപ്ലീറ്റ് ആയതിന് ശേഷം നമ്മൾ ചെയ്തിട്ടുള്ളത് വിൻഡോസും പിന്നെ റൂമിലുള്ള ഫർണിച്ചേഴ്സൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഷെൽഫ് ഞാനൊന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതിന് ചെറിയൊരു മേക്ക് ഓവറും കൂടി നമ്മൾ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു വാൾപേപ്പർ വെച്ചിട്ടാണ് മേക്ക് ഓവർ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഷെൽഫൊക്കെ എല്ലാവരുടെ വീട്ടിലും സാധാരണ ഉള്ളതാണ്, പ്ലാസ്റ്റിക് ഷെൽഫ് കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് റെൻ്റൽ ഫ്രണ്ട്ലി സ്പേസിലൊക്കെ നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ. ഇങ്ങനെയുള്ള ഷെൽഫ് വെയ്റ്റ്ലെസ് ആണ്, അതുപോലെ ഡ്യൂറബിൾ ആണ്, നല്ല അത്യാവശ്യം വെയിറ്റ് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നൊരു ഷെൽഫ് കൂടിയിട്ടാണ്. അപ്പോൾ നമ്മളിത് സാധാരണ യൂസ് ചെയ്യലുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഷെൽഫ് നമുക്ക് എങ്ങനെ ആ ഒരു ലുക്ക് മാറ്റിയിട്ട് നമുക്ക് നല്ല രീതിയിലൊരു ലുക്ക് കൊടുക്കുക എന്നുള്ളതാണ്. ഒരു ഈസി വേ ആണ് നമുക്ക് വാൾപേപ്പർ യൂസ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഫുള്ളായിട്ട് വാൾപേപ്പർ സ്റ്റിക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ആണെങ്കിൽ നമുക്കതിൻ്റെ ഒരു പാർട്ടാക്കിയിട്ട് ഒരു ഡിസൈനിൽ വാൾപേപ്പറൊക്കെ സ്റ്റിക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഞാനിപ്പോൾ ആ ഒരു ഡോർ സൈഡിൽ 4 പാർട്ടീഷനില്ല, ആ ഒരു പാർട്ടീഷനിലേക്ക് മാത്രമാണ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ആ ഒരു ഹാൻഡിൽ വരുന്ന പോർഷനിലും കൂടെ സ്റ്റിക്ക് ചെയ്തെടുക്കുന്നുണ്ട്. എൻ്റെ ഷെൽഫ് ഒരു മൾട്ടി കളേർഡ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് കളേഴ്സ് ഇൻക്ലൂഡ് ആയതുപോലെ തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഒരു ഡിമ്മാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ മേക്ക് ഓവർ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് അത്യാവശ്യം ക്ലിയർ പ്രിൻ്റുള്ളൊരു വാൾപേപ്പറാണ്. അപ്പോൾ ഇതിനേക്കാളും പ്ലെയിനൊക്കെ കിട്ടുവാണെങ്കിൽ ഒന്നും കൂടെ ബെറ്റർ ആയിരിക്കും. അപ്പോൾ ഞാൻ ഈ ഡോറിൻ്റെ 4 പോർഷനിലാക്കിയിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഹാൻഡിലും സൈഡിലും കൂടിയിട്ടാണ് സ്റ്റിക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മേക്ക് ഓവറും കൂടെ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതുപോലെയാണ് വാൾപേപ്പേഴ്സൊക്കെ സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ വാൾപേപ്പർ സ്റ്റിക്ക് ചെയ്യുന്നത് കാണുന്ന പോലെ എളുപ്പമല്ല കേട്ടോ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ക്യാമറ ഒക്കെ ഓഫ് ചെയ്തിട്ട് ബാക്കി ഫുള്ള് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ സൈഡിലുള്ള ഏരിയാസിലെല്ലാം സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫുള്ളായിട്ട് തന്നെ ഷെൽഫ് കവർ ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ, ആ ഒരു ഗ്യാപ്പ് കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്ത് കട്ട് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്തെടുത്താൽ തന്നെ മതിയാകും. പിന്നെ ഒരു സോളിഡ് കളർ വെച്ച് ചെയ്യുന്നതായിരിക്കും ഒന്നും കൂടെ ബെറ്റർ ആയിട്ടുണ്ടാവും. അപ്പോൾ എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള പേപ്പർ വെച്ചിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമ്മുടെ വാൾപേപ്പറിൻ്റെ ആ ഒരു സ്റ്റിക്കിംഗ് സൈഡിൽ ബാക്ക് സൈഡിൽ വരുന്ന ആ ഒരു പേപ്പർ നമുക്ക് നല്ല രീതിയിൽ യൂസ്ഫുൾ ആക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അതിലൊരു പ്ലാസ്റ്റിക് കോട്ടിംഗ് ഒക്കെ ഉള്ളതുകൊണ്ട് ഇത് ഡ്യൂറബിൾ ആണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ ഈ ഒരു വിൻഡോയുടെ കവറിങ് ആയിട്ട് ഒരു നമുക്ക് നല്ലോണം ലൈറ്റൊക്കെ വരുന്നുണ്ട് ഈ ഒരു ക്ലിയർ ഗ്ലാസ് ആയതുകൊണ്ട് തന്നെ. അപ്പോൾ അതൊന്ന് കവർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ വാൾപേപ്പറിൻ്റെ ബാക്ക് സൈഡും കൂടെ യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് നല്ല നീറ്റായിട്ട് തന്നെ അത് നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള വാൾപേപ്പേഴ്സൊക്കെ ഇങ്ങനെയും കൂടെ യൂസ്ഫുൾ ആക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ 2:30 ആയിട്ടുണ്ടായിരുന്നു. പിന്നെ പെട്ടെന്ന് തന്നെ അൽഹോറസ്കാരൊക്കെ കഴിഞ്ഞു. അപ്പോൾ അതാ നമ്മൾ മേക്ക് ഓവർ ചെയ്തിട്ടുള്ള ഷെൽഫിൻ്റെ ലുക്കാണത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഡസ്റ്റിങ് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ ബെഡ്ഷീറ്റ് വെച്ചിട്ട് ബെഡ് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് റിമൂവ് ചെയ്യുന്നുണ്ട്.
ഇനി നമുക്ക് ഫ്ലോറും കൂടെ ഒന്ന് മോപ്പ് ചെയ്തെടുക്കാനാണ് ഉള്ളത്. അപ്പോൾ ഈ ഒരു മോപ്പ് നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ. നമുക്ക് ആ ഒരു ബോട്ടിലൂടെ സ്പ്രേ ചെയ്തെടുക്കാനും പറ്റും. പിന്നെ ആ ഒരു മോപ്പിങ്ങിൻ്റെ ഭാഗം നമുക്ക് സ്റ്റിക്കിങ് ആയതുകൊണ്ട് പെട്ടെന്ന് നമുക്കത് റിമൂവ് ചെയ്തിട്ട് വാഷ് ചെയ്ത് പിന്നെയും നമുക്ക് തുടച്ചെടുക്കാനൊക്കെ പറ്റുന്നുണ്ട്. അപ്പോൾ ഒരുപാട് വലിയ ക്ലോത്തൊക്കെ ക്ലീൻ ചെയ്യുന്നതിനേക്കാളും ആ ഒരു പീസ് മാത്രം ക്ലീൻ ചെയ്തിട്ട് നമുക്ക് റീയൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ അത് മൈക്രോ ഫൈബർ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് പിഴിഞ്ഞെടുക്കാനും ക്ലീൻ ചെയ്യാനൊക്കെ എളുപ്പമാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ 2-3 പ്രാവശ്യം ഫുള്ളായിട്ട് തന്നെ ഫ്ലോറൊക്കെ ഒന്ന് നീറ്റാക്കി തുടച്ചെടുത്തിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്കിനി അറേഞ്ചും കൂടെ ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ക്ലീൻ ചെയ്യുന്നത് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ക്ലീൻ ചെയ്യാൻ യൂസ് ചെയ്തിട്ടുള്ള ടൂൾസും കൂടെ ക്ലീൻ ചെയ്തെടുക്കുക എന്നുള്ളത്. അപ്പോൾ അതും കൂടെ നല്ലൊരു സൊല്യൂഷൻ വെച്ചിട്ട് ക്ലീനിങ് സൊല്യൂഷൻ വെച്ചിട്ട് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് നേരം ഞാനിതിലേക്കൊന്ന് ഡിപ്പ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അത് ക്ലീനായി കിട്ടുകയും ചെയ്യും. നെക്സ്റ്റ് ക്ലീനിങ്ങിന് അത് ഒരുപാട് എഫേർട്ട് എടുക്കാതെ നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ക്ലീൻ അല്ലാത്തൊരു മോപ്പ് വെച്ചിട്ട് ഒരു സ്പേസ് ക്ലീൻ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഡബിൾ എഫേർട്ട് എടുത്തിട്ട് ക്ലീൻ ആക്കി എടുക്കേണ്ട ആവശ്യം വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയല്ലാതെ നമ്മൾ ക്ലീൻ ആയിട്ടുള്ളൊരു മോപ്പും ബ്രഷൊക്കെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു സ്പേസ് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ഇതാ ബെഡ്റൂമിൻ്റെ ഡീപ്പ് ക്ലീനിങ് കഴിഞ്ഞിട്ടുണ്ട്. ഫുൾ ഡസ്റ്റ് ഫ്രീ ആക്കി മോപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ നല്ലൊരു മേക്ക് ഓവറാണ് ഈ ഒരു ബെഡ്റൂമിന് കൊടുക്കുന്നത്. ഒരുപാട് DIYs യൂസ് ചെയ്തിട്ടുള്ള ഒരു മേക്ക് ഓവർ തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. നോ കോസ്റ്റിൽ തന്നെ നമുക്ക് സിമ്പിളായിട്ട് റെൻ്റൽ സ്പേസിലൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു മേക്ക് ഓവറാണ്. അതും നല്ലൊരു ലുക്ക് കൊടുത്തിട്ടുള്ളൊരു മേക്ക് ഓവറാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് തന്നെ കണ്ടുനോക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. സ്റ്റേ കണക്റ്റഡ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് പോകാനും കൂടെ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.